നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ, വേറൊന്നും സംഭവിച്ചില്ലെങ്കിലും ആ കാര്യം ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കും. അതിന്റെ പുറകിലുള്ള ഒരു ഗുട്ടൻസ് എന്താണെന്ന് ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. എനിക്കൊരു എത്തും പിടിയും കിട്ടിയിട്ടില്ല. പക്ഷേ ജോസഫ് മർഫിയുടെ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകം വായിച്ച ശേഷം എനിക്ക് ഏകദേശം ഇതിന്റെ ഒരു ഗുട്ടൻസ് ഒക്കെ ഒന്ന് മനസ്സിലായി. അപ്പൊ അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാണ്. ഇനി ആ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. എത്രയും പെട്ടെന്ന് വായിക്കുക. അപ്പോൾ ആ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയെ പറ്റി ഒത്തിരി കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വരുത്താൻ പറ്റുന്ന, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാറ്റമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാ. ഒരാൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ നിന്ന് ഏകദേശം അയാളുടെ വ്യക്തിത്വത്തെ നമുക്ക് നിർവചിക്കാൻ പറ്റും. ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇയാളുടെ പൈതൃകം, സംസ്കാരം ഒക്കെ നമുക്ക് അയാൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വിധിയെ നിർണ്ണയിക്കാനും നമ്മുടെ വാക്കുകൾക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതും ഇതുപോലെയുള്ള ചില വാക്കുകളാണ്. നമ്മൾ നമ്മളോട് തന്നെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ, നമ്മുടെ ചുറ്റുമുള്ളവരോടും നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വാക്കുകൾ. ഈ വാക്കുകളിലെ ഇമോഷനാണ് ശരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആവുന്നത്. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക: നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇൻബിൽറ്റ് അത്ഭുത വിളക്കാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ്. അത്ഭുത വിളക്കിനോട് എന്ത് ചോദിച്ചാലും നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിനോട് എന്ത് ചോദിച്ചാലും നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചോദിക്കുന്നതൊക്കെ അങ്ങോട്ട് എത്തണ്ടേ? അങ്ങോട്ട് എത്തണത് ശരിക്കും നമ്മുടെ ഇമോഷൻസിലൂടെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിലെ ഇമോഷൻസിലൂടെയാണ് സബ് കോൺഷ്യസ് മൈൻഡിന് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ആവുന്നത്. ഇതാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിനോട് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിരാശാജനകമായിട്ടുള്ള വാക്കുകൾ, എപ്പോഴും കുറ്റബോധം നിറഞ്ഞ വാക്കുകളൊക്കെ ആണെങ്കിൽ, അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ചിന്തിക്കുന്ന ഇമോഷൻസ് നല്ലതേത് ചീത്ത ഏതെന്ന് സോർട്ട് ഔട്ട് ചെയ്ത് അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഇമോഷൻ തെരഞ്ഞെടുത്ത് അതിന് സാധൂകരിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളല്ല സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് തരുന്നത്. നമ്മുടെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഇമോഷൻ ഏതാണോ ആ ഇമോഷൻ, അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് എപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് തന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള, എപ്പോഴും നമ്മളൊരു നന്ദിയോടെ ആണ് ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിലോ, അല്ലെങ്കിൽ സന്തോഷത്തോടെയാണ് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതെങ്കിലോ, അവിടെയാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു പവർ എന്ന് പറയുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഹാപ്പിനെസിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹാപ്പിനെസ്സും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നതെങ്കിൽ, എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഇതൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തരാം. അതുകൊണ്ടാണ് മുതിർന്നവർ നമ്മളോട് എപ്പോഴും പറയുന്നത് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നുള്ളത്.